പതിവ് പോലെ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവസാനം ഹോസ്പിറ്റലിലും കൂടി പോകേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഭവങ്ങളെല്ലാം എടുത്തു വെച്ച് വന്നപ്പോഴേക്കും ബാങ്ക് കൊടുത്തു കേട്ടോ. പിന്നെ അൽഹംദുലില്ലാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. ഹയാസിന്റെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വശപ്പിശക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ആ നോമ്പ് തുറന്നപ്പോൾ ജ്യൂസ് കുടിക്കലും സ്നാക്സ് കഴിക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാക്ക പള്ളി പോയി നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാനും നിസ്കരിച്ച് റെഡി ആയി നിന്നു കേട്ടോ. നേരെ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക്. ഹയാസിന്റെ ഫേസിന്റെ ഒരു മാറ്റം കണ്ടില്ലേ? നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഫേസിൽ മാത്രമല്ല ബോഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞ കൊച്ചിന് ചൊറിഞ്ഞിട്ട് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എന്ന് പറയാട്ടോ. രാവിലെ ചെറിയ രീതിയിൽ നെക്കിന്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലോഷനൊക്കെ പരത്തി കൊടുത്തതാണ്. പക്ഷെ വൈകിട്ടായപ്പോഴേക്കും നല്ല രീതിയിൽ ഫുള്ള് സ്പ്രെഡ് ആയി ബോഡി കംപ്ലീറ്റ്. എന്തിന്റെയോ അലർജിയാണ്. ഔട്ട്സൈഡ് ഫുഡൊന്നും നമ്മളിപ്പോ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫുഡിന്റെ അലർജി ആണെന്നും പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ വേറെ ആർക്കും ഒരു കുഴപ്പവുമില്ല. ഇനി എന്തെങ്കിലും പൊടി അടിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഡോക്ടറെ കാണിച്ചു. ബേസിക് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. മെഡിസിൻ കഴിച്ചു. ഇപ്പൊ ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ച് നേരെ നമ്മുടെ ഓഫീസിലെത്തി. തൊട്ടടുത്തുള്ള ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ഉപ്പുസോടെ അകത്താക്കി. ഇനിയിപ്പോ വീട്ടിൽ പോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.